नमस्ते दोस्तों, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദി കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കും. അതായത് ഇപ്പോൾ PSCയുടെ ആണെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുക്കും, അതിൻ്റെ ആൻസർ പറയും, പിന്നെ ആ ആൻസറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിക്കാനായിട്ട് ഞാൻ ഇതിൽ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് തന്നെ കിടക്കാം. आदिकाल में घड़ी बोली को काव्य की भाषा बनाने वाली कवि कौन थे? ആൻസർ വരുന്നത് അമീർ ഖുസ്രോയാണ്. അമീർ ഖുസ്രോയുമായി ബന്ധപ്പെട്ട മറ്റ് ഫാക്റ്റാണ് ഇനി പറയാൻ പോകുന്നത്. അമീർ ഖുസ്രോ 1250 ईस्वी कासगंज जिले के पटियाले में जन्म. उनका असली नाम अब्दुल हसन. घड़ी बोली हिंदी का प्रथम कवि है. गुरु निज़ामुद्दीन औलिया. प्रसिद्ध रचनाएं घालिक बारी, ഖുസ്രോ की पहेलियाँ, मुकरियाँ, दो सगुने, गज़ल. രണ്ടാമത്തെ ചോദ്യം. आचार्य रामचंद्र शुक्ल ने हिंदी का प्रथम महाकाव्य किसे माना है? उत्तर പൃഥ്വിരാജ് രാസോ. പൃഥ്വിരാജ് രാസോ എഴുതിയ കവി ചന്ദബർദായി ആണ്. ഇതൊരു വീർരസ് പ്രധാൻ ഗ്രന്ഥമാണ്. ഇതിൽ 69 സർഗുണ്ട്. ഇതിനെ ഹിന്ദിക്ക പ്രഥമ മഹാകാവ്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതിലുള്ള ഛന്ദിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 16306, അതായത് 16306 ഛന്ദുകളാണുള്ളത്. ഈ ഗ്രന്ഥം പുത്ര ജൽഹനാണ് കംപ്ലീറ്റ് ചെയ്തത്. ചന്ദബർദായി എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാൻ്റെ ദർബാരി കവിയായിരുന്നു. इस रचना को अप्रामाणिक मानने वाले हैं आचार्य रामचंद्र शुक्ल, कविराज श्यामल दास, डॉक्टर बूलर, मुंशी देवी प्रसाद, गौरी शंकर हीरानंद ओछादी. इस रचना को प्रामाणिक मानने वाले हैं डॉक्टर श्याम सुंदर दास, मोहनलाल विष्णुलाल पांड्या, मिश्र बंधु, കേണൽ ടാഡ് ആദി. അടുത്ത ചോദ്യമാണ്. വിദ്യാപതി की रचना पदावली की भाषा कौन सी है? ഉത്തരം മൈഥിലി. ഇനി വിദ്യാപതിയെക്കുറിച്ച് അറിയേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ്. വിദ്യാപതിയുടെ ആശ്രയദാത എന്ന് പറയുന്നത് രാജാ ശിവസിംഗ് ആണ്. അപഭ്രംശ രചനായം कीर्ति पताका, कीर्तिलता. मैथिली भाषा में लिखित ग्रंथ है पदावली. मैथिल कोकिल, कविशेखर, अभिनव जयदेव आदि नाम से भी वे जाने जाते हैं. अभिनव जयदेव नाम दिया राजा जयसिंह ने. मैथिल कोकिल नाम दिया है हरिऔध ने. और इन्हें ശൃംഗാർ കവി ആയിട്ട് കാണുന്ന ആൾക്കാരാണ്, വ്യക്തിത്വങ്ങളാണ് ആചാര്യ രാമചന്ദ്ര ശുക്ല, രാംകുമാർ വർമ്മ. ഇനി ഇദ്ദേഹത്തെ ഭക്ത് കവിയായിട്ട് കാണുന്ന ആചാര്യന്മാരാണ് हजारी प्रसाद द्विवेदी, श्याम सुंदर दास आदि. विद्यापति के पद अधिकतर श्रृंगार के ही हैं, जिनमें नायिका और नायक राधा कृष्ण है. ഈ ഒരു കൊട്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് പറഞ്ഞത് ആചാര്യ രാമചന്ദ്ര ശുക്ലാണ്. അടുത്ത ചോദ്യം. किसने पद्मावत को हिंदी में अपने ढंग की अकेली ट्राजिक कृति कहा है? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിജയദേവ് നാരായൺ സാഹിയാണ്. പദ്മാവത് എന്ന് പറയുന്നത് ജായസിയുടെ രചനയാണ്. അപ്പോൾ ജായസിയെക്കുറിച്ച് അറിയേണ്ട കുറച്ച് വിവരങ്ങൾ. ജായസി के अन्य रचनाएं अखरावट, आखिरी कलाम. अखरावट वर्णमाला के प्रत्येक अक्षर को लेकर सिद्धांत निरूपण है. ഇത് അവധി ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ആഖിരി കലാം ഖയാമത്ത് കാ വർണ്ണൻ ഹെ. ഇതും അവധി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പദ്മാവതും അവധി ഭാഷയാണ്. इसमें अन्योक्ति का प्रयोग है. उनका पूरा नाम है मलिक मुहम्मद ജായസി. പദ്മാവതിലെ നായക നായിക ആരാണെന്നാണ് പറയുന്നത്? ചിത്തൗഡ്ക രാജ രത്നസേൻ और സിംഹളദ്വീപ് की രാജകുമാരി പദ്മാവതി. അടുത്ത ചോദ്യം. किस कवि को कठिन काव्य का प्रेत कहा जाता है? आंसराണ് കേശവദാസ്. കേശവദാസ് രീതിബദ്ധ കവി है.
प्रमुख अलंकारवादी आचार्य हैं. ഇന്ദ്രജിത് സിംഗ് കെ ആശ്രയ മേ രഹത്തെ തെ. അദ്ദേഹത്തിൻ്റെ രചനകളാണ് രസികപ്രിയ, രാമചന്ദ്രിക, കവിപ്രിയ, രതൻ ഭാവനി, വീർസിംഗ് ദേവചരിത്, വിജ്ഞാനഗീത, ജഹാംഗീർ ജസചന്ദ്രിക, നഖശിഖ്, ഛന്ദമാല. കവിപ്രിയ എന്ന് പറയുന്നത് അലങ്കാർ നിരൂപൺ ഗ്രന്ഥമാണ്. രസികപ്രിയയിൽ രസം, വൃത്തും കാവ്യദോഷിൻ്റെയൊക്കെ ലക്ഷണോദാഹരണമാണ് ഉള്ളത്. केशव के रसिकप्रिया का आधार ग्रंथ श्रृंगार तिलक है. रीति काव्य परंपरा के प्रवर्तक के रूप में केशवदास को माने जाते हैं. രാമചന്ദ്രിക को छंदों के അജായബകർ എന്ന് വിളിച്ചത് രാം സ്വരൂപ് ചതുർവേദിയാണ്. അടുത്ത ചോദ്യം, ബുദ്ധദേവ് के बाद का सबसे बड़ा ലോകനായക് തുളസീദാസ് को किसने कहा? അതിൻ്റെ ഉത്തരം വരിക ഗ്രിയേഴ്സനാണ്. തുളസീദാസിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് വിവരങ്ങൾ. एटा जिले के सोरोम नामक स्थान में जन्म. പാഞ്ച് ബഡേ ഗ്രന്ഥ് അദ്ദേഹം എഴുതിയത് രാംചരിതമാനസ്, വിനയ് പത്രിക, കവിതാവലി, ഗീതാവലി. ഇനി 7 ഛോട്ടെ ഗ്രന്ഥുണ്ട്. രാംലല നെഹ്ചു, കൃഷ്ണ ഗീതാവലി, വൈരാഗ്യ സന്ദീപനി, രാമാഗ്യ പ്രശ്നാവലി, ഭരവൈ രാമായൺ, പാർവതി മംഗൾ, ജാനകി മംഗൾ. ഇതിലേറ്റവും മുഖ്യമായ രചനയാണ് രാംചരിതമാനസ്. ഇത് അവധി ഭാഷയിൽ എഴുതപ്പെട്ടു. ഇതിലെ ശൈലി ദോഹ ചൗപ്പായി ശൈലിയാണ്. രാംകഥ പർ ആധാരിത മഹാകാവ്യമാണ്. അതിൽ 7 കാണ്ഡാണ്. തുളസിയുടെ ബ്രജ് ഭാഷയിൽ എഴുതിയ കൃതികൾ ചോദിക്കാറുണ്ട്. അതെന്ന് പറയുന്നത് കൃഷ്ണ ഗീതാവലി, കവിതാവലി, വിനയ് പത്രിക, ഗീതാവലി, വൈരാഗ്യ സന്ദീപനി, ദോഹാവലിയാണ്. रामाज्ञा प्रश्नावली की रचना तुलसी ने अपने मित्र ज्योतिषी पंडित गंगाराम के अनुरोध पर की थी. भरवई रामायण की रचना अपने मित्र रहीम के आग्रह पर की थी. विनय पत्रिका की रचना तुलसी ने कलिकाल से मुक्ति पाने हेतु राम के दरबार में प्रस्तुत करने हेतु की थी. അടുത്ത ചോദ്യം, അഷ്ടചാപ് के प्रमुख कवि कौन है? ഉത്തരം വരിക സൂർദാസ് ആണ്. सूरदासने कुछ അറിയേണ്ട കാര്യങ്ങൾ. सीही में जन्म, गुरु का नाम वल्लभाचार्य. उनके प्रसिद्ध 3 ग्रंथ सूरसागर, सूरसारावली, साहित्य लहरी. सूरदास की भक्ति का मेरुदंड है पुष्टि मार्ग. सूरसागर की कथा भागवत पुराण के 10वें स्कंद से ली गई है. सूरदास ब्रजभाषा के सशक्त कवि हैं. साहित्य लहरी में सूरदास के दृष्टकूट पद संकलित है. सूरदास को वात्सल्य रस का सम्राट कहते हैं. उनके रचनाओं में सख्य भक्ति देखने को मिलते हैं. അടുത്ത ചോദ്യം, മഹാരാജ് ജയസിംഗ് के आश्रित कवि कौन है? അതിൻ്റെ ആൻസർ ബിഹാരിയാണ്. ബിഹാരിയുടെ ഒരേ ഒരു ഗ്രന്ഥ് ബിഹാരി സത്സയി. അതിൽ 713 ദോഹെ സംകലിതാണ്. അദ്ദേഹം രീതിസിദ്ധ കവിയാണ്. രാജാ ജയസിംഗിൻ്റെ ദർബാരി കവി. बिहारी के संबंध में कहा जाता है कि उन्होंने गागर में सागर भर दिया है. അപ്പോൾ ഗാഗർ മേ സാഗർ ഭർന എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ബിഹാരി ബിഹാർ അംബികാദത്ത് വ്യാസകൃത് बिहारी सत्सई की टीका है. लल्लूलाल की लाल चंद्रिका भी बिहारी सत्सई की टीका है. 2 ബിഹാരി സത്സയിയുടെ ടീക്കകളുടെ പേരാണ് കൊടുത്തേക്കുന്നത്. ബിഹാരിക്കോ പീയൂഷ് വർഷി മേഘ की ഉപമ किसने दी എന്ന് ചോദിച്ചാൽ ശ്രീ രാധാചരൺ ഗോസ്വാമി. ചോദ്യം, സുജാൻ സാഗർ കെ രചനാകാർ കോൻ ഹെ? സുജാൻ സാഗർ എഴുതിയത് നമുക്കറിയാം, ഘനാനന്ദാണ് ഉത്തർ. ഇനി ഘനാനന്ദിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് വിവരങ്ങൾ പറയാം. ഘനാനന്ദ് രീതിമുക്ത് കവി ഹെ. അദ്ദേഹം ആനന്ദ് ഘൻ എന്നുള്ള പേരിലും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു രചനയാണ് സുജാൻ ഹിത്. അതിൽ 507 പദ സംകലിതാണ്. അതിസൂദോ സനേഹുക്കോ ബാരൺ ഹെ കെ കവി. और घनानंद दिल्ली के बादशाह മുഹമ്മദ് ഷാ കെ മീർ മുൻഷി ദേ. ബ്രജ് ഭാഷയിൽ അഗ്രണിയായിരുന്നു.
उनके रचनाओं में सुजान सागर विरह लीला, कृपाकांड निबंध, रसकेलिवल्ली आदि प्रमुख है. ലോക് ഹേ ലാഗി കവിത്വ ബനാവത്ത്, മോഹിൻ തൗ മോർ കവിത്വ ബനാവത്ത്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള വരിയാണ്. അത് എഴുതിയേക്കുന്നത് ഘനാനന്ദാണ്. അടുത്ത ചോദ്യം, ഗംഗാറാം ജ്യോതിഷി കെ അനുരോധ് പർ തുളസീദാസിനെ കിസ് ഗ്രന്ഥ് കി രചന കി ഹെ? എൻ്റെ ഉത്തരം രാമാഗ്യ പ്രശ്നമാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, തുളസീദാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഭൂഷൺ കോ കവി ഭൂഷൺ की उपाधि किसने दी? उत्तर രാജാ രുദ്ര. ഭൂഷണിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഭൂഷൺ രീതിബദ്ധ ആചാര്യ കവി ഹെ, കവിത്വ के कवि है भूषण, भूषण के आश्रयदाता है छत्रपति शिवाजी, शाहूजी, രാജ ഛത്രസാൽ. ഭൂഷൺ കോ കവി ഭൂഷൺ की ഉപാധി നൽകിയത് രാജാ രുദ്രസാഹ് അഥവാ സോലങ്കി രാജ. ഭൂഷൺ के शिवभावनी में छत्रपति शिवाजी की वीरता का बखान है. ഇന്ദ്രജിമി ജംബു പർ എന്ന് തുടങ്ങുന്ന വരി ഫേമസ് ആണ്, അത് ഭൂഷണിൻ്റെയാണ്. ഭൂഷൺ की രചനാ പദ്ധതി മുക്തക് പദ്ധതിയാണ്. ശിവരാജ് ഭൂഷൺ, ഛത്രസാൽ ദശക് ഓർ ശിവഭാവനി, ഈ 3 രചനകളാണ് ഉപലബ്ധമായിട്ടുള്ളത്. ശിവരാജ് ഭൂഷൺ में अलंकार, छत्रसाल दशक में छत्रसाल बुंदेले के पराक्रम, दानशीलता और शिवभावनी में छत्रपति शिवाजी महाराज के गुणों का वर्णन किया गया है. അടുത്ത ചോദ്യം, किस ग्रंथ में कबीरदास के आविर्भाव काल का उल्लेख मिलता है? उत्तर കബീർ ചരിത്രബോധ്. കബീർദാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും കേട്ടുകൊള്ളുക. കബീർദാസ് നിർഗുण ज्ञानाश्रयी भक्तिधारा के कवि हैं, यानी संत काव्यधारा के प्रतिनिधि कवि. उनका जन्म काशी में हुआ और मृत्यु मगहर, उत्तर प्रदेश के मगहर में. गुरु का नाम है रामानंद. ये सिकंदर लोधी के समकालीन थे. ഭാഷ സതുക്കടി യാ പഞ്ചമേൽ ഖിച്ചടി. പഞ്ചമേൽ ഖിച്ചടി എന്ന് പറഞ്ഞത് ശ്യാം സുന്ദർ ദാസാണ്. കബീറിൻ്റെ വാണിക സംഗ്രഹ് ബീജകാണ്, അത് ശിഷ്യ ധർമ്മദാസാണ് സങ്കലനം ചെയ്തത്. അതിൻ്റെ 3 ഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സാഖി സബദ്, രമൈനി. ഇനി ഹസാരി പ്രസാദ് ദ്വിവേദി കബീറിനെ കുറിച്ച് പറഞ്ഞത്, ഭാഷാ पर कबीर का ज़बरदस्त अधिकार था, वे वाणी के डिटेक्टर थे. कबीर समाज सुधारक पहले और कवि बाद में है. അടുത്ത ചോദ്യം, തദീയ സമാജ് के संस्थापक कौन है? उत्तर ഭാരതേന്ദു. ഭാരതേന്ദു ഹരിശ്ചന്ദ്രനാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ജനിച്ചത് കാശിയിലാണ് 1850 ईस्वी में. ഗുരു രാജാ ശിവപ്രസാദ് സിത്താരെ ഹിന്ദ്. ഭാരതേന്ദു എന്ന ഉപാധി ഉപനാം രസായാണ്, രസ ഉപനാം. ഭാരതേന്ദു हरिश्चंद्र की समस्त रचनाओं की संख्या 175 है और उनमें काव्य ग्रंथों की संख्या 70 है. प्रमुख काव्य ग्रंथ प्रेम सरोवर, प्रेम फुलवारी, പ്രബോധിനി, വർഷാ വിനോദ്, ബക്കരി വിലാപ്, ദശരഥ വിലാപ്, പ്രേമ പച്ചാസ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര കെ പിത ഗോപാൽ ചന്ദ്ര ആണ്, അദ്ദേഹവും കവിയായിരുന്നു. ആധുനിക ഹിന്ദി സാഹിത്യ के जनक के रूप में भी ഭാരതേന്ദു ഹരിശ്ചന്ദ്ര जाने जाते हैं. അടുത്ത ചോദ്യം, ഹിന്ദി നई चाल में ढली सन 1873 ईस्वी सही कथन लिखे. എൻ്റെ उत्तर हरिश्चंद्र चंद्रिका के प्रकाशन से सुधरी हुई हिंदी का उदय माना गया. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഇറക്കിയ മാഗസിനാണ് ഒരെണ്ണം ഹരിശ്ചന്ദ്ര ചന്ദ്രിക എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇറക്കിയ മറ്റു മാഗസിൻസും കൂടെ നമുക്ക് പരിചയപ്പെടാം.
1867 കവിവചൻ സുധ പബ്ലിഷ് ആകുന്നത്. ജിസ്കാ മൂൽ വാക്യത അബധർമ്മ ഛൂട്ടെ സത്വനിജ് ഭാരത് ഗഹെ. പിന്നെ ഭാരതേന്ദുജി ഇറക്കിയ മറ്റു മാഗസിൻസാണ് കവിവചൻ സുധ, ഹരിശ്ചന്ദ്ര മാഗസിൻ, ബാലബോധിനി. കവിവചൻ സുധാക്കോ 1875 സാപ്താഹിക ആക്കിയത്. പക്ഷേ അതിനുശേഷം 1885 ഇത് നിർത്തേണ്ടി വന്നു. പിന്നെ 1873 ഭാരതേന്ദു ഹരിശ്ചന്ദ്ര മാഗസിൻ, അത് മാസിക പത്രികയാണ്, അത് പബ്ലിഷ് ചെയ്യുന്നു. അതിനെ 1873 പേരിന് മാറ്റം വരുത്തി ഹരിശ്ചന്ദ്ര ചന്ദ്രിക എന്നാക്കി മാറ്റി. ഹിന്ദി നയി ചാൽമേൻ ഢലി സൻ 1873. അപ്പോൾ ഇത് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന അതേ വരിയാണ്. ഇത് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഏതിലാണ് അത് ഉൾക്കൊള്ളിച്ചതെന്ന് ചോദിച്ചാൽ കാലചക്ര എന്ന് പറയുന്നതിലാണ് അദ്ദേഹം ഇത് ഉൾക്കൊള്ളിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ജയശങ്കർ പ്രസാദ് കൃത് കാമായനി കാ ദൂസരാ സർഗ് കോൺസാ ഹെ? ഉത്തർ ആശ. ജയശങ്കർ പ്രസാദിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജനന മരണം 1889, 1937. അദ്ദേഹം ഛായാവാദ യുഗിലെ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു കവിയാണ്. നമുക്കറിയാം ഛായാവാദ കെ 4 സ്തംഭോं में एक है. അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഉർവശി, വനമിലൻ, കാനൻ കുസും, പ്രേം പതിക, ചിത്രാധാർ, झरना, आंसू आदि. प्रसाद की घड़ी बोली कविताओं का प्रथम संग्रहण कानन कुसुम. जयशंकर प्रसाद की अंतिम कृति है कामायनी. പ്രസാദിനെ ഛായാവാദിൻ്റെ പ്രവർത്തകൻ എന്ന് പറഞ്ഞത് ഇലാചന്ദ്ര ജോഷിയാണ്. കാമായനിക്കോ മാനവതാ കാ രസാത്മക ഇതിഹാസ് എന്ന് പറഞ്ഞത് നന്ദദുലാരെ വാജ്പേയി. കാമായനിക്കോ മാനവ ചേതന കാ വികാസ് കാ മഹാകാവ്യ എന്ന് പറഞ്ഞത് നഗേന്ദ്രാണ്. അടുത്ത ചോദ്യം. ആചാര്യ രാമചന്ദ്ര ശുക്ല ആധുനിക ഗദ്യ സാഹിത്യ की परंपरा का प्रवर्तन किस विधा से मानते हैं? അതിൻ്റെ ഉത്തർ നാടകമാണ്. ചോദ്യം. प्रेमचंद द्वारा हिंदी में मूल रूप से लिखा गया पहला उपन्यास? ആൻസർ വരുന്നത് കായാകൽപ്പാണ്. ഇനി പ്രേംചന്ദിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉൾക്കൊള്ളിക്കുകയാണ്. ഹിന്ദിയുടെ ഉപന്യാസ സമ്രാട്ട് എന്ന് പറയുന്നത് പ്രേംചന്ദാണ്. പ്രേംചന്ദിൻ്റെ ജന്മം എന്ന് പറയുന്നത് വാരണാസിക്ക് പാസ് ലംഹി നാമക് ഗ്രാമത്തിലാണ്. പ്രേംചന്ദിൻ്റെ ഭാര്യയുടെ പേര് ശിവറാണി ദേവി. പ്രേംചന്ദിൻ്റെ മൃത്യു ഒക്ടോബർ 1936 വാരണാസിയിലാണ്. പ്രേംചന്ദിൻ്റെ യഥാർത്ഥ നെയിം എന്ന് പറയുന്നത് ധൻപത് റായ് ആണ്. ഉറുദുവിൽ നവാബ് റായ് എന്നുള്ള പേരിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. പ്രേംചന്ദ്ക്ക് സർവശ്രേഷ്ഠ രചന എന്ന് ചോദിച്ചാൽ ഗോദാനാണ്. പ്രേംചന്ദിൻ്റെ ആദ്യ കഹാനി സംഗ്രഹമാണ് സോജേവദൻ. നവാബ് റായ് എന്ന പേരിൽ എഴുതിയ ആദ്യ കഹാനി സംഗ്രഹം എന്ന് ചോദിച്ചാലും സോജേവദനാണ്. പ്രേംചന്ദിൻ്റെ ആദ്യ പബ്ലിഷ്ഡ് ആയിട്ടുള്ള കഹാനി എന്ന് ചോദിച്ചാൽ ദുനിയാ കാ സബ്സെ അൻമോൾ രത്നാണ്. പ്രേംചന്ദിൻ്റെ ആദ്യ ഈ പ്രകാശിത കഹാനിയായ ദുനിയാ കാ സബ്സെ അൻമോൾ രത്ന ഏത് കഹാനി സംഗ്രഹിലാണ് സങ്കലിതമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സോജേവദനിലാണ്. പ്രേംചന്ദിൻ്റെ കഹാനികൾ ഏത് പേരിലാണ് പബ്ലിഷ് ആയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഹാനി കളക്ഷൻ മാനസരോവർ എന്നുള്ള പേരിൽ 8 പാർട്ടായിട്ടാണ് പബ്ലിഷ് ആയിട്ടുള്ളത്. പിന്നെ ആരുടെ ആഹ്വാനത്തിലാണ് പ്രേംചന്ദ് തൻ്റെ ജോലി ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയുടെ. പ്രേംചന്ദ് എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ആദ്യത്തെ കഹാനി ഏതാണെന്ന് ചോദിച്ചാൽ അത് വരിക ബഡേ ഘർ കി ബേട്ടിയാണ്. പ്രേംചന്ദിൻ്റെ അന്തിമ കഹാനി കഫനാണ്. പ്രേംചന്ദ് ഉറുദുവിൽ നവാബ് റായ് എന്നുള്ള പേരിൽ എഴുതിയിരുന്നു. പ്രേംചന്ദിൻ്റെ ആദ്യ ഹിന്ദി കഹാനി ഏതാണെന്ന് ചോദിച്ചാൽ സൗത്താണ്. ഇനി ആരാണ് പ്രേംചന്ദിന് പ്രേംചന്ദ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ജമാന പത്രികയിലെ സമ്പാദകയായ മുൻഷി ദയാനാരായൺ നിഗമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം.
द्विवेदी युग के किस कवि को राष्ट्रकवि का सम्मान दिया गया? उत्तर മൈഥിലി ശരൺ ഗുപ്ത്. മൈഥിലി ശരൺ ഗുപ്തുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1886 ഈസ്വിയാണ്. ജന്മസ്ഥാൻ ചിർഗാവ്, ഝാൻസിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപനാം എന്ന് പറയുന്നത് ദദ്ദായാണ്. അദ്ദേഹത്തെ ആധുനിക കാൽക്ക തുളസീദാസ് എന്ന് ഗണപതി ചന്ദ്രഗുപ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഋഷികേശ്, രസിക് ബിഹാരി മധുബ് എന്നൊക്കെ വേറെ പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ദ്വിവേദി യുഗത്തിലെ ഏറ്റവും പുനരുത്ഥാനവാദി കവി എന്നറിയപ്പെട്ടിരുന്നു. മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ആദ്യ കവിതയായ ഹേമന്ത് അത് സരസ്വതിയിൽ പ്രകാശിതമായിട്ടുണ്ട്. അദ്ദേഹം 2 മഹാകാവ്യങ്ങളും 17 ഖണ്ഡകാവ്യങ്ങളാണ് എഴുതിയത്. രംഗ് മേ ഭംഗ്, ജയന്ദ്രഥവധ്, ഭാരത് ഭാരതി, പഞ്ചവടി, സാകേത്, യശോധര, ദ്വാപർ, ജയഭാരത്, വിഷ്ണുപ്രിയ ഇതൊക്കെയാണ് രചനകൾ. മൈഥിലി ശരൺ ഗുപ്ത് മൈക്കിൾ മധുസൂദനൻ ദത്തിൻ്റെ രചനകളുടെ ട്രാൻസ്ലേഷൻ മധുബ് എന്ന ഉപനാമത്തിൽ ചെയ്തിട്ടുണ്ട്. ഭാരത് ഭാരതി രചിച്ചതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ രാഷ്ട്രകവി എന്നുള്ള ഉപാധിയെ വിഭൂഷിത് കിയാത. ഭാരത് ഭാരതി എന്ന് പറയുന്ന രചന കാവ്യസംഗ്രഹായ മുസദ്ദി ഹാലിൽ ആധാരിതമായിട്ടാണ് പറയപ്പെടുന്നത്. ആദ്യം ഗുപ്തജിയുടെ രചനകളെല്ലാം വൈശ്യോംകാരക പത്രിക കൊൽക്കത്തയിൽ നിന്ന് ഇറങ്ങിയിരുന്നത് അതിലായിരുന്നു പബ്ലിഷ് ആയിക്കൊണ്ടിരുന്നത്. അടുത്ത ചോദ്യം, ജയശങ്കർ പ്രസാദ് की പ്രഥമ കഹാനി कौन सी है? ആൻസർ ഗ്രാമാണ്. നമ്മൾ ജയശങ്കർ പ്രസാദിനെ കുറിച്ച് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, ഭാരതേന്ദു കൃത് അന്തർ നഗരി കേസി രചന ഹെ? ആൻസർ പ്രഹസൻ. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ നാടകം നോക്കാം. ഭാരതേന്ദു ഹരിശ്ചന്ദ്രക്കെ പ്രമുഖ മൗലിക നാടകമാണ് ഇനി പറയാൻ പോകുന്നത്. വൈദികി ഹിംസ ഹിംസാന ഭവതി, അത് പ്രഹസനാണ്. വിഷസ്യമിഷൌഷധം, അത് ബാണാണ്. പ്രേമയോഗിനി ഒരു നാട്ടികയാണ്. ചന്ദ്രാവലി നാട്ടികയാണ്. ഭാരത ദുർദർശന നമുക്ക് നാട്യ, രാസകിയ, ലാസ്യരൂപകം. ഇതിൽ 3 എഴുതിയാലും കറക്റ്റാണ്. നീൽദേവി ഗീതി രൂപകമാണ്. അന്ധേർനഗരി പ്രഹസനാണ്. സതിപ്രതാപ് പൗരാണിക നാടകമാണ്. ഇനി ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള, അതായത് അനുദിത നാടകം ഏതൊക്കെയാണെന്ന് നോക്കാം. രത്നാവലി, വിദ്യാസുന്ദർ, പാഖണ്ഡ് വിഡംബൻ, ധനഞ്ജയ് വിജയ്, മുദ്രാ രാക്ഷസ്, ദുർലഭ് ബന്ധു, കർപ്പൂരമഞ്ജരി, സത്യ ഹരിശ്ചന്ദ്ര, ഭാരത ജനനി. അടുത്ത ചോദ്യം, ജയശങ്കർ പ്രസാദ് की अंतिम रचना कौन सी है? ആൻസർ കാമായനി. കാമായനിയായി ബന്ധപ്പെട്ടുള്ള, പ്രസാദുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭാരതേന്ദു युग में किस उपन्यास को पढ़ने के लिए लोगों ने हिंदी सीखना ज़रूरी समझा? ആൻസർ ചന്ദ്രകാന്ത സന്തതി. ചന്ദ്രകാന്ത സന്തതി ദേവകി നന്ദൻ ഖത്രിയുടെ നോവലാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. देवकी नंदन खत्री पर उर्दू की दास्तान परंपरा का प्रभाव है. उन्होंने तिलस्मी, होशरूबा से लेकर चंद्रकांता सन्तति, भूतनाथ, नरेंद्र मोहिनी, वीरेंद्र वीर, कुसुम कुमारी जैसे रहस्य रोमांच से भरे उपन्यासों की रचना की. खत्री जी के उपन्यासों का संसार तिलस्मी और अय्यारी से भरपूर उर्दू दास्तानों और प्राचीन भारतीय राजकुमार राजकुमारियों की प्रेम कथाओं से निर्मित ऐसा संसार है जिसमें सब कुछ अतार्किक, जादुई और चमत्कार पूर्ण है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവൽ ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ തിലസ്മി അയ്യാരി വിഭാഗമാണ്. അടുത്ത ചോദ്യം, സരസ്വതി പത്രികാക്ക് സമ്പാദക് കോൺ ഥേ? ആൻസർ ശ്യാം സുന്ദർ ദാസ്. സരസ്വതി പത്രികയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് പറയാൻ പോകുന്നത്. इस पत्रिका का प्रकाशन इंडियन प्रेस प्रयाग से सन 1900 ईस्वी के जनवरी मास में प्रारंभ हुआ था. उस समय सरस्वती पत्रिका एक
पत्रिका का एक संपादक मंडल था जिसमें श्याम सुंदर दास, राधा कृष्ण दास, जगन्नाथ दास रत्नाकर, किशोरीलाल गोस्वामी आदि प्रमुख हैं। इस संपादक मंडल ने 1 वर्ष तक सरस्वती का संपादन किया। इसके पश्चात 2 वर्षों तक सरस्वती का संपादन श्याम सुंदर दास ने किया। തത്പശ്ചാത്ത് അതിനുശേഷം 1903 തൊട്ട് 1920 വരെ സരസ്വതി പത്രികയുടെ സംപാദനം ചെയ്തത് മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം, സൂർദാസ് പ്രേംചന്ദ് കെ കിസ് ഉപന്യാസ് കാ പാത്ര ഹെ? ആൻസർ രംഗഭൂമി. പ്രേംചന്ദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപന്യാസവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുകയാണ്. प्रेमचंद के उपन्यास. प्रेमचंद का पहला उपन्यास कौन सा है? सेवा सदन. सेवा सदन की मुख्य समस्या कौन सी है? भारतीय नारी की पराधीनता അല്ലെങ്കിൽ वेश्याप्रथा. सेवा सदन में किसकी कहानी वर्णित है? एक नारी के वेश्या बनने की कहानी. किसान जीवन पर लिखा पहला उपन्यास कौन सा है? प्रेमाश्रम. प्रेमचंद के किस उपन्यास को विश्व साहित्य में महत्वपूर्ण स्थान है? गोदान. प्रेमचंद का अधूरा उपन्यास कौन सा है? मंगलसूत्र. निर्मला उपन्यास की मुख्य समस्या क्या है? दहेज प्रथा और अनमेल विवाह. प्रेमचंद के प्रमुख उपन्यास सेवा सदन, प्रेमाश्रम, रंगभूमि, कर्मभूमि, गबन, निर्मला, कायाकल्प, वरदान, गोदान आदि. मंगलसूत्र किसने पूरा किया? उनके पुत्र अमृत राय. देशभक्ति की भावना से ओतप्रोत रचना सोजेवदन. प्रेमचंद की कालजयी रचना कौन सी है? गोदान. अज्ञे ने जैनेन्द्र के किस उपन्यास का अंग्रेजी में अनुवाद किया? ഇതാണ് ചോദ്യം. ആൻസർ ത്യാഗപത്രമാണ്. അപ്പോൾ ജൈനേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മറ്റു ഉപന്യാസങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് പൂർണ്ണമായി ജൈനേന്ദ്രകുമാർ എന്നാണ്. പിന്നെ മൂൾ നാം ആനന്ദിലാൽ എന്നാണ്. പിന്നെ അദ്ദേഹം ജനിച്ചത് 1905 അത് അലിഗഡിലാണ്. അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ പരഖ്, സുനീത, ത്യാഗപത്ര, കല്യാണി, വിവർത്ത്, മുക്തിബോധ് ഇത്രയാണ് വരിക. പിന്നെ അദ്ദേഹത്തിൻ്റെ കഹാനി സംഗ്രഹങ്ങളാണ് ഫാസി, വാതായൻ. പിന്നെ നിബന്ധ സംഗ്രഹ് ജഡ്കി ബാത്ത്, മന്ഥൻ ആദി. പിന്നെ ജീവന് വരുന്നതാണ് അകാൽ പുരുഷ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ആദ്യ ഉപന്യാസ് പരഖാണ്. ഫാസി അദ്ദേഹത്തിൻ്റെ പെഹല കഹാനി സംഗ്രഹമാണ്. ചോദ്യം, സക്രിയ കഹാനി ആന്തോളൻ കാ സൂത്രവാദ് കിസ്നെ കിയ? എൻ്റെ ആൻസർ വരുന്നത് രാകേഷ് വത്സാണ്. ഇനി നമുക്ക് മറ്റ് കഹാനി ആന്തോളനും അതിൻ്റെ പ്രവർത്തകർ ആരൊക്കെയാണെന്ന് പഠിക്കാം. നൈ കഹാനി ലേഖക് ത്രയ്, അതിൽ വരുന്നവരാണ് രാജേന്ദ്ര യാദവ്, മോഹൻ രാകേഷ്, കമലേശ്വർ. ആ കഹാനി ആന്തോളനിൽ എൻ്റെ പ്രവർത്തകമാണ് ഗംഗാ പ്രസാദ് വിമൽ. സചേതൻ കഹാനിയുടേത് മഹീബ് സിംഗ് ആണ്. സഹജ് കഹാനിയിൽ അമൃത് റായ് വരുന്നു. സമാന്തർ കഹാനിയുടെ പ്രവർത്തക കമലേശ്വർ ആണ്. സക്രിയ കഹാനി ആന്തോളൻ്റെ പ്രവർത്തകർ രാകേഷ് വത്സ്. ജനവാദി കഹാനി ആന്തോളൻ്റെ പ്രവർത്തകർ ജനവാദി ലേഖക സംഘമാണ്. ഛായാവാദ ശബ്ദ കാ സർവപ്രഥം പ്രയോഗ് കിസ്നെ കിയ? അതിൻ്റെ ആൻസർ വരുന്നത് മുകുടധർ പാണ്ഡെയാണ്. പിന്നെ ഛായാവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് ഛായാവാദിനെക്കുറിച്ച് വിവിധ വിദ്വാൻമാർ എന്താണ് പറഞ്ഞേക്കുന്നതെന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സമയസീമ അറിഞ്ഞിരിക്കുക. ഛായാവാദിൻ്റെ 1918 തൊട്ട് 36 വരെയാണ്. മുകുടധർ പാണ്ഡെ ശാരദാ പത്രികയിൽ നിബന്ധിലാണ് ഛായാവാദം എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പിന്നെ സാഹിത്യ ഘടിപോലിയുടെ സ്വർണ്ണയുഗം എന്ന് അറിയപ്പെടുന്നുണ്ട്. രാമചന്ദ്ര ശുക്ല എന്താണ് പറഞ്ഞതെന്ന് കേട്ടോക്കാം. छायावादी शब्द का प्रयोग 2 अर्थों में समझना चाहिए. एक तो रहस्यवाद के अर्थ में, जहाँ उसका संबंध काव्य वस्तु से होता है, अर्थात जहाँ कवि उस अनंत और अज्ञात प्रियतम को आलम्बन बनाकर अत्यंत चित्रमयी भाषा में प्रेम का अनेक प्रकार से व्यंजन करता है. छायावाद शब्द का दूसरा प्रयोग काव्य शैली या पद्धति विशेष के व्यापक अर्थ में है. इनी नंददुलारे वाजपेयी എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കാം. प्रकृति के सूक्ष्म किंतु व्यक्त सौंदर्य में आध्यात्मिक छाया का भान मेरे विचार से छायावाद की एक सर्वमान्य व्याख्या
ഹോനി ചാഹിയെ. ഇനി ജയശങ്കർ പ്രസാദിൻ്റെ കഥനാണ്. जब वेदना के आधार पर स्वानुभूतिमय अभिव्यक्ति होने लगी तब हिंदी में उसे छायावाद नाम से अभिहित किया गया. ഇനി നഗേന്ദ്രൻ്റെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിഭാഷയും കൂടെ പറയാണ്. സ്ഥൂൽ के प्रति सूक्ष्म का विद्रोह छायावाद है. ചോദ്യം, अश्वघोष के सौंदर्य नंद से प्रेरित होकर लिखा गया नाटक कौन सा है? എൻ്റെ ആൻസർ വരുന്നത് ലഹരോं का राजहंस. നമുക്കറിയാം ലഹരോं का राजहंस ആരുടെ നാടകമാണെന്ന്. മോഹൻ രാകേഷിൻ്റെ നാടകമാണ്. അപ്പോൾ ആഷാഢ് കാ ഏക് ദിൻ, ലഹരോं के राजहंस, ആധേ അധൂരെ, ഇതെല്ലാം മോഹൻ രാകേഷിൻ്റെ നാടകമാണ്. ഇനി ആഷാഢ് കാ ഏക് ദിൻ എന്ന് പറയുന്നത് 1958 പബ്ലിഷ്ഡ് ആയതാണ്. അതിൻ്റെ കഥാപാത്രങ്ങൾ അംബിക, മല്ലിക, കാളിദാസ്, ദന്തുല്, മാതുല്, വിലോമ്, പ്രിയ ഗുമഞ്ജരി ആദിയാണ്. ഇനി ഇതെന്ന് പറയുന്നത് കവി കാളിദാസിൻ്റെ ജീവിതത്തിൽ ആധാരിതമായിട്ടുള്ളതാണ്. പിന്നെ ലഹരോं का രാജഹംസിൻ്റെ വർഷം 1963. അതിലെ കഥാപാത്രങ്ങൾ നന്ദ്, സുന്ദരി, അൽക്ക, നിഹാരിക, ശശാങ്ക്, ഭിക്ഷു, ആനന്ദ ആദിയാണ്. ഇനി ആധേ അധൂരെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള നാടകമാണ്. അത് 1969 ആണ്. പിന്നെ അതിലെ കഥാപാത്രങ്ങൾ മഹേന്ദ്രനാഥ്, സിംഘാനിയ, ജഗമോഹൻ, സാവിത്രി, ബിന്നിയൊക്കെയാണ് വരുന്നത്. ഇതിൽ സ്ത്രീ പുരുഷ സംബന്ധവും ദാമ്പത്യ സംബന്ധിൻ്റെ ഘോക്കലേപ്പനൊക്കെയാണ് മുഖ്യമായിട്ട് വരുന്നത്. പിന്നെ പൈരോൻ തല്ലേ സമീൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അധൂര നാടകമാണ് ഒരെണ്ണം. ചോദ്യം, നയി കവിത കെ പ്രതിമാൻ കിസ്കി രചന ഹെ? ആൻസർ നാംവർ സിംഗ് ആണ്. ഇനി നാംവർ സിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാരണാസി, ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആലോചകമാണല്ലോ ഫേമസ് ആയിട്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറച്ച് രചനകൾ സൂചിപ്പിക്കാം. ആധുനിക സാഹിത്യ की प्रवृत्तियाँ, छायावाद, इतिहास और आलोचना, कहानी नई कहानी, कविता के नए प्रतिमान, दूसरी परंपरा की खोज, वाद विवाद संवाद, कहना न होगा, ആലോചക के मुख से आदि. പിന്നെ ഇദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ 1971 കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ശ്രീറാം വർമ്മ കിസ് സപ്തക് കെ കവി ഹെ? എൻ്റെ ആൻസർ വരുന്നത് 14 സപ്തകാണ്. ഏതെങ്കിലും ഒരു സപ്തകം എന്തായാലും ചോദിക്കും. താരസപ്തക് കെ കവി അഗ്യേയ്, മുക്തിബോധ്, ഗിരിജാകുമാർ മാഥുർ, പ്രഭാകർ മാച്വേ, ഭരത്ഭൂഷൺ അഗ്രവാൾ, നേമിചന്ദ്ര ജൈൻ, രാംവിലാസ് ശർമ്മ. ഇനി ദൂസരെ സപ്തകിൻ്റെ കവി വരുന്നത് രഘുവീർ സഹായ്, ധർമ്മവീർ ഭാരതി, നരേഷ് മെഹത്ത, ശംഷേർ ബഹാദൂർ സിംഗ്, ഭവാനി പ്രസാദ് മിശ്ര, ശകുന്തള മാഥുർ, ഹരിനാരായൺ വ്യാസ്. ഇനി തീസരെ സപ്തകിൻ്റെ കവികളാണ് കീർത്തി ചൗധരി, പ്രയാഗ് നാരായൺ ത്രിപാഠി, കേദാർനാഥ് സിംഗ്, കുംവർ നാരായൺ, വിജയദേവ് നാരായൺ സാഹി, സർവേശ്വർ ദയാൽ സക്സേന, മദൻ വാത്സ്യായൻ. ഇനി ചൗദേ സപ്തകിൻ്റെ കവികളാണ് അവധേഷ് കുമാർ, രാജ്കുമാർ കുംഭജ്, സ്വദേശ് ഭാരതി, നന്ദകിഷോർ ആചാര്യ, സുമൻ രാജെ, ശ്രീറാം വർമ്മ, രാജേന്ദ്ര കിഷോർ. ചോദ്യം, നയി കവിതാ പത്രിക കെ സമ്പാദക് കോൺ ഥേ? എൻ്റെ ആൻസർ വരുന്നത് ജഗദീഷ് ഗുപ്ത ആണ്. ഇനി നമുക്ക് ഛായാവതത്തർക്കാരിലുള്ള പ്രമുഖമായിട്ടുള്ള പത്രപത്രികകളുടെ സമ്പാദകൊക്കെ നോക്കാം. അപ്പം ഞാനിത് ഓർഡറിൽ കൊടുത്തേക്കുന്നത് ആദ്യം പത്രികയുടെ പേര്, പിന്നെ അതിൻ്റെ എഡിറ്റർ, പിന്നെ എവിടെ നിന്നാണ് അത് പ്രകാശിതമായതുള്ളതെന്ന്. അപ്പോൾ ആദ്യം നോക്കാം. പ്രതീക് പത്രിക, അഗ്ഗയാണ് സമ്പാദക്, ദില്ലി സെ. പിന്നെ നെക്സ്റ്റ് കാദംബനി, അത് രാജേന്ദ്ര അവസ്ഥയാണ് സമ്പാദക്, അതും ദില്ലിയിൽ നിന്നാണ്. അടുത്തത് ധർമ്മയുഗ്, അതിൻ്റെ സമ്പാദക് ധർമ്മവീർ ഭാരതിയാണ്, അത് മുംബൈയിൽ നിന്നാണ്. സാരിക, എഡിറ്റർ കമലേശ്വറാണ്, അതും ദില്ലിയിൽ നിന്നാണ്. ഇനി സാപ്താഹിക് ഹിന്ദുസ്ഥാനുണ്ട്, അതിൻ്റെ സമ്പാദക് മനോഹർ ശ്യാം ജോഷിയാണ്, അതും ദില്ലിയിൽ നിന്നാണ്. പിന്നെ ഹംസ്, അത് രാജേന്ദ്ര യാദവ് സമ്പാദക്, ദില്ലിയിൽ നിന്ന് തന്നെ. പിന്നെ ഗംഗ സമ്പാദക് കമലേശ്വറാണ്, അതും ദില്ലിയിൽ നിന്ന് തന്നെ. പിന്നെ വർത്തമാൻ സാഹിത്യ എഡിറ്റർ ധനഞ്ജയ് ആണ്, അത് ഇലഹബാദിൽ നിന്ന് തന്നെ. അടുത്തത് ആലോചന എന്ന് പറയുന്ന പത്രിക, അത് എഡിറ്റർ നാംവർ സിംഗ് ആണ്, അതും ദില്ലിയിൽ നിന്ന് തന്നെ. അടുത്ത ചോദ്യം, കേരൾ സത്സൈ കിസ്കി രചന ഹെ? അപ്പോൾ അതിൻ്റെ ആൻസർ ഇത് നമ്മുടെ
കേരളത്തിലുള്ള ഹിന്ദി സാഹിത്യത്തിനെ ബേസ് ചെയ്ത് വന്നതാണ്. അതിൻ്റെ ആൻസർ കെ വാസുദേവൻ പിള്ളയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കേരള ഹിന്ദി പ്രചാര സഭയുടെ സംസ്ഥാപകമാണ്. പിന്നെ രാഷ്ട്രവാണി പത്രികയുടെ സമ്പാദകമായിരുന്നു. ഈ ത്രിഭാഷാ സാപ്താഹിക പത്ര ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലുമായിട്ട് ഇറങ്ങിയിരുന്നു. ഈ രാഷ്ട്രവാണി എന്ന് പറയുന്നത് അതിൻ്റെ ആ പത്രികയുടെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വപ്ന, പ്രേം കെ പത്ര, സ്വാഗത്, കോൺഗ്രസി നേത, സമാജ്വാദി നേത എന്നിങ്ങനെ ഹെഡിങ്ങിൽ കുറേ നിബന്ധകൾ അദ്ദേഹത്തിൻ്റെ പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഈ ചോദ്യം, തകഴി ശിവശങ്കർ പിള്ളൈ കാ ഉപന്യാസ് ചെമ്മീൻ കാ ഹിന്ദി അനുവാദ കിസ്നെ കിയ. അപ്പോൾ തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന മലയാളം നോവൽ ആരാണ് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ആൻസർ ഭാരതി ദേവിയാണ്. ഇനി നമുക്ക് കുറച്ച് മലയാളം നോവൽസിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ആരാണ് ചെയ്തതെന്ന് നോക്കാം. ചുനൗത്തി എന്ന് പറയുന്ന പേരിൽ തകഴിയുടെ തോട്ടിയുടെ മകൻ ഭാരതി വിദ്യാർത്ഥി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉറൂബിൻ്റെ മണ്ണും പെണ്ണും എന്ന് പറയുന്നത് മിട്ടി ഓർ നാരി എന്നുള്ള പേരിൽ കെ കൃഷ്ണമേനോൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബഷീറിൻ്റെ ബാല്യകാല സഖി അതേ പേരിൽ തന്നെ സുധാൻഷു ചതുർവേദിയും പി എൻ ഭട്ടതിരിയും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ അതേ പേരിൽ തന്നെ വി എ കേശവൻ നമ്പൂതിരി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, അതിനെ കഥ ഏക് പ്രാന്തർക്കി എന്ന പേരിൽ പി കൃഷ്ണൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന് പറയുന്ന നോവൽ ദവ എന്ന പേരിൽ NE വിശ്വനാഥൻ അയ്യർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ചെണ്ണത്തിന് ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് നോക്കാം. ഗോസ്വാമി തുളസീദാസ് के जीवन वृत्त को आधार बनाकर लिखा गया उपन्यास कौन सा है? മാനസ് കാ ഹംസാണ് ആൻസറായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്കറിയാം മാനസ് കാ ഹംസ് അമൃതലാൽ നാഗറിൻ്റെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ. अमृतलाल नागर ने मानस का हंस नामक जीवनी परक उपन्यास में तुलसीदास के चरित्र का चित्रण किया है. ഇത് അദ്ദേഹം എഴുതുന്നത് 1972 പിന്നെ 1981 അദ്ദേഹം സൂർദാസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഖഞ്ചൻ നയൻ എഴുതിയിട്ടുണ്ട്. ആ പേരിൽ ഉപന്യാസം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഉപന്യാസങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഹാകാൽ, ബൂന്ദോർ സമുദ്ര, ശതരഞ്ജ് കെ മോഹരെ, സുഹാഗ് കെ നുബർ. പിന്നെ അമൃതലാൽ നാഗറിൻ്റെ ഉപന്യാസങ്ങളെ രാംവിലാസ് ശർമ്മ ഹിന്ദിക്ക് ഗൈർ മാനക രൂപം കാ പിട്ടാര എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. കോട്ടരി കി ബാത്ത് കിസ്കി കഹാനി ഹെ? നമുക്കറിയാം അഗ്ഗീൻ്റെ കഹാനിയാണ് കോട്ടരി കി ബാത്ത്. ഇനി അഗ്ഗയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം നമുക്കെല്ലാവർക്കും അറിയാം, സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്ഗിയെ. അദ്ദേഹം ജനിച്ചത് 7 മാർച്ച് 1911 ഉത്തർപ്രദേശിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഹീരാനന്ദ് വാത്സ്യായനാണ്. അതാണ് അദ്ദേഹം തൻ്റെ പേരിൽ കൂട്ടിച്ചേർത്തത്. അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളാണ് ശേഖർ ഏക് ജീവനി, നദി കെ ദ്വീപ്, അപ്പനെ അപ്പനെ അജ്നബി. ഇനി കഹാനി സംഗ്രഹം നോക്കുകയാണെങ്കിൽ ഏ തേരെ പ്രതിരൂപ, വിബദത, കോട്ടരി കി ബാത്ത് ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ കവിതകളിൽ ഫേമസ് ആയിട്ടുള്ളത് ആംഗൻ കെ പാർദ്വാറും കിത്നി നാവോമേ കിത്നി ബാറുമാണ്. അത് ഞാൻ ടൈപ്പ് ചെയ്തതിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇനി യാത്രാവൃത്താന്ത് പറയുകയാണെങ്കിൽ അരേ യായാവർ രഹേഗ യാതാണ് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം എഡിറ്ററായിരുന്നുള്ള പത്രം വരുന്നത് താരസപ്തക് ദിൻമാൻ എന്നാണ്. പിന്നെ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം പിന്നെ ജ്ഞാൻപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരൾ ഹിന്ദി പ്രചാർ സഭ കി പത്രിക കോൺസി ഹെ? എൻ്റെ ആൻസർ കേരൾ ജ്യോതിയാണ്. ഇന്ന് പ്രകാശിതമാകുന്ന കുറച്ച് ഹിന്ദി പത്രികകളുടെ ചെറിയ ചെറിയ സൂചനകൾ കൂടെ തരാൻ ആഗ്രഹിക്കുകയാണ്. സാഹിത്യ മണ്ഡൽ പത്രിക केरल हिंदी साहित्य मंडल द्वारा प्रकाशित होने वाली पत्रिका है. राष्ट्रवाणी हिंदी, मलयालम और तमिल भाषाओं में सामंजस्य स्थापित करने के लिए प्रकाशित होने वाली त्रिभाषा साप्ताहिक पत्रिका.
केरल ज्योति, केरल हिंदी प्रचार सभा द्वारा प्रकाशित होने वाली मासिक पत्रिका। हिंदी मित्र, केरल से प्रकाशित होने वाली एक पत्रिका जिसका संपादन जी नीलकंठन नायर ने किया था। संग्रदन, केरल से प्रकाशित होने वाली हिंदी पत्रिका हिंदी विद्यापीठ केरल से निकलती थी। और अनुशीलन, केरल से प्रकाशित होने वाली एक पत्रिका कोचिन विज्ञान व प्रौद्योगिकी विश्वविद्यालय की शोध पत्रिका। शोध सरोवर पत्रिका एक समीक्षित त्रैमासिक हिंदी शोध पत्रिക. ഡോക്ടർ പി ലത മുഖ്യ സംപാദകർ. ഇത്രയും വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഹിന്ദി ഭാഷാ കാ സംബന്ധ് കിസ് ഭാഷാ പരിവാർ സേ ഹെ? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഭാരോപ്പിയാണ്. ഇനി ഭാഷാ പരിവാർ സെഷനിൽ നിന്ന് തന്നെയാണ് അടുത്ത 2 ചോദ്യങ്ങളും. അപ്പോൾ അത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അടുത്ത ചോദ്യം, ഭാരോപ്പി പരിവാർ के अंतर्गत आने वाली प्राचीन भाषा कौन सी है? आंसर വരുന്നത് അപഭ്രംശാണ്. सेमेटिक हेमेटिक परिवार की भाषाओं में सबसे संपन्न भाषा कौन सी है? അതിൻ്റെ ആൻസർ വരുന്നത് അറബിയാണ്. ഇനി നമുക്ക് പ്രമുഖമായിട്ടുള്ള ഭാഷാ പരിവാറെല്ലാം ഒന്ന് നോക്കാം. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ആദ്യം ഹിന്ദ് ആര്യ ഭാഷാ പരിവാർ. അതിൽ വരുന്ന മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഷകളാണ് ഫാർസി, ഇറാനി, ഹിന്ദി, ഉറുദു, മറാഠി, പഞ്ചാബി, ഉഡിയ, അസമിയ, മൈഥിലി, ഭോജ്പൂരി, മാർവാടി, കൊങ്ങിണി. എക്സ്ട്രാ ഭാഷയും കൂടെ ഉണ്ട്, അതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ദ്രവിഡ് ഭാഷാ പരിവാറിൽ നമുക്ക് അറിയാം സൗത്ത് ഇന്ത്യയിലെ ഭാഷകൾ എല്ലാം ഇതിൽ വരുന്നുണ്ട്. അതായത് കന്നഡ, മലയാളം, തെലുങ്കു ആ ഭാഷകളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ പരിവാറിൽ വരികയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഭാഷ എന്ന് പറയുമ്പോൾ സന്താലി വരും. പിന്നെ അതുകൂടാതെ ഭൂമിജ്, ഘാട്ടിയ, സാവര, മുണ്ടാരി ഈ ഭാഷകളൊക്കെ ഇതിൽ വരുന്നതാണ്. ഇനി ചീനി, തിബ്ബത്തി ഭാഷാ പരിവാറിൽ വരുന്നതിലാണ് നാഗ, മണിപ്പൂരി, ഖാസി, ചമ്പ, ബോഡോ, തിബ്ബത്തി, ലഡാക്കി ഈ ഭാഷകളൊക്കെ ഉൾക്കൊള്ളുന്നത്. ഇനി ആൻഡമാനി ഭാഷാ പരിവാർ നമുക്കറിയാം ദ്വീപസമൂഹത്തിലെ ഭാഷകളൊക്കെ വരുന്നുണ്ട്. ആൻഡമാനി, ജാർവ, ഓങ്കെ അതൊക്കെ വരുന്നുണ്ട്. ഇനി സാമി ഹാമി അല്ലെങ്കിൽ നമുക്കതിനെ സെമറ്റിക് ഹെമറ്റിക് ഭാഷാ പരിവാർ എന്ന് പറയാം. ഇതിലാണ് ഇതിന് മുന്നേ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, അറബി പിന്നെ അറബി, അരാമി ഭാഷകളെല്ലാം ഇതിൽ വരുന്നുണ്ട്. സാമിയിൽ പിന്നെ ഹാമി ഇത് രണ്ടും കൂടി ചേർത്താണ് പൊതുവെ പറയാറ്. അതിൽ വരുന്നത് സൊമാലി, മിസ്ട്രി, ഗല്ല ഇതുപോലെയുള്ള ഭാഷകളും ഉൾക്കൊള്ളുന്നുണ്ട്. കർപ്പൂര മഞ്ചരിക്ക് ഭാഷ കോൺസി ഹെ? അതിൻ്റെ ഉത്തരം വരുന്നത് ഷൗർസേനിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അപഭ്രംശ ശബ്ദ കാ പ്രാചീനതം പ്രയോഗ കഹാ മിൽത്താ ഹെ? അതിൻ്റെ ആൻസർ വരുന്നത് മഹാഭാഷയാണ്. അപഭ്രംശ ഭാഷയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ കേൾക്കാം. അപഭ്രംശ ഭാഷയുടെ സമയം എന്ന് പറയുന്നത് 500 ഈസ്വി മുതൽ 1000 ഈസ്വി വരെയാണ്. अपभ्रंश मध्यकालीन भारतीय आर्य भाषा और आधुनिक भारतीय आर्य भाषाओं की बीच की कड़ी है. അതുകൊണ്ട് തന്നെ ഇതിനെ സന്ധികാലീന ഭാഷ എന്ന് പറയാറുണ്ട്. ഇനി അപഭ്രംശൻ്റെ സർവപ്രഥം പ്രാമാണിക പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നത് പതഞ്ജലിയുടെ മഹാഭാഷ്യയിലാണ്. ഇനി അവഹട്ട് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ഏറ്റവും സർവപ്രഥം പ്രയോഗം കാണുക ജ്യോതിരീശ്വർ ഠാക്കൂറിൻ്റെ വർണ്ണരത്നാകറിലാണ്. അവഹട്ട് എന്ന് പറയുന്നത് അപഭ്രംശക്കാഹി പരിവർത്തിത രൂപ ഹെ. ഇനി ചന്ദ്രധർ ശർമ്മ ഗുലേരി അപഭ്രംശനെ പുരാനി ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആചാര്യ രാമചന്ദ്ര ശുക്ലനെ अपने ग्रंथ हिंदी साहित्य का इतिहास में अपभ्रंश को प्राकृताभास कहा है. इन्हें राहुल सांकृत्यायन ने हिंदी काव्यधारा में अपभ्रंश काव्य का संग्रह प्रकाशित करते हुए उसकी भाषा को हिंदी का प्राचीन रूप कहा है. ഇനി അപഭ്രംശ സാഹിത്യത്തിൻ്റെ ഉത്കർഷ യുഗം എന്ന് പറയുന്നത് 8वीं 9वीं 10वीं ശതാബ്ദിയൊക്കെയാണ് പറയപ്പെടുന്നത്. അടുത്ത ചോദ്യം शौरसेनी अपभ्रंश से निकलने वाली भाषा कौन सी है? आंसर पश्चिमी हिंदीയാണ്. प्राचीन नागरी लिपि के पश्चिमी रूप से विकसित लिपि कौन सी है? ഇത് വരുന്നത്
ഗുജറാത്തി ലിപിയാണ്. പ്രാചീന കാൽ മേ ഭാരത് കി സർവശ്രേഷ്ഠ ലിപി കോൺസി ഹെ? ബ്രാഹ്മി ലിപിയാണ്. പൂർവി ഹിന്ദി കി ബോലി കോൺസി ഹെ? അത് അവധിയാണ് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബോലികൾ ഉപഭാഷകളൊക്കെ നോക്കാം. हिंदी क्षेत्र की समस्त बोलियों को 5 वर्गों में बांटा जा सकता है. അതിൽ ഈ വർഗത്തിനാണ് നമ്മൾ ഉപഭാഷകൾ എന്ന് പറയുന്നത്. ഈ ഉപഭാഷകളുടെ അകത്ത് ബോലികളും വരുന്നുണ്ട്. അങ്ങനെ ഹിന്ദി മേ 5 ഉപഭാഷയെ और 18 ബോലിയാം ഹെ. ആദ്യത്തെ ഉപഭാഷ നോക്കാം. രാജസ്ഥാനി. അതിൻ്റെ ബോലികളാണ് മാർവാടി, ജയ്പൂരി, മേവാത്തി, മാൾവി. അത് സംസാരിക്കുന്ന ഏരിയയാണ് അതിൻ്റെ താഴെ കൊടുത്തേക്കുന്നത്. രാജസ്ഥാനിലാണ്. രണ്ടാമത്തെ ഉപഭാഷ പശ്ചിമി ഹിന്ദി. അതിൻ്റെ ബോലികൾ ഹരിയാണി, ഖടി ബോലി, ബ്രജ് ഭാഷ, ബുന്ദേലി, കനൗജി, നിമാടി. ഇത് സംസാരിക്കുന്നത് ഹരിയാന, ഉത്തർപ്രദേശ് പ്രദേശങ്ങളിലാണ്. അടുത്തത് പൂർവി ഹിന്ദി. ബോലികൾ അവധി, ബഘേലി, ഛത്തീസ്ഗഡി. പ്രദേശം വരുന്നത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്. അടുത്ത ഉപഭാഷ ബിഹാരി. ബോലികൾ ഭോജ്പുരി, മഗഹി, മൈഥിലി. സ്ഥലങ്ങൾ ബിഹാരി, ബീഹാർ, ഉത്തർപ്രദേശ്. അടുത്ത ഉപഭാഷ എന്ന് പറയുന്നത് പഹാഡിയാണ്. ബോലികൾ പശ്ചിമി പഹാഡി, മധ്യവർത്തി പഹാഡി. അതിന് പശ്ചിമി പഹാഡിന് നേപ്പാളി, മധ്യവർത്തി പഹാഡി കുമൈനി, ഗഡ്വാലി ഒക്കെ വരുന്നുണ്ട്. സ്ഥലങ്ങൾ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. അടുത്തത് ദ്രവിഡ് കുൽക്കി ഭാഷ കോൺസി ഹെ? ഇതിൻ്റെ ആൻസർ തെലുങ്കു ആണ്. നമ്മൾ ഭാഷാ പരിവാറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം കോൺസി ലിപി ബായി സെ ദായി കി ഓർ ലിഖി ജാത്തി ഹെ? അതിൻ്റെ ആൻസർ വരുന്നത് ദേവനാഗരി ലിപിയാണ്. ഇനി ദേവനാഗരി ലിപിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭാഷ की लिपि देवनागरी है. देवनागरी लिपि का विकास ब्राह्मी लिपि से हुआ है. ब्राह्मी लिपि भारत की सबसे पुरानी लिपियों में से एक है. ഈ ചോദ്യം കുറച്ച് മുന്നേ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പറഞ്ഞ സമയത്ത്. देवनागरी लिपि को बाएं से दाएं लिखे जाते हैं. देवनागरी लिपि की पहचान क्षैतिज रेखा यानी शिरोरेखा से होती है. ദേവനാഗരി ലിപിയുടെ മാനകീകരണം, അതായത് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയുള്ള ആദ്യ ശ്രമം 1935 ഇസ്വിയിൽ ഹിന്ദി സാഹിത്യ സമ്മേളനം വഴി തുടങ്ങിയായിരുന്നു. പിന്നെ നാഗരി ലിപി സുധാർ സമിതി, അത് മഹാത്മാഗാന്ധി അതിൻ്റെ സഭാപതിയായിരുന്നു. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണേലും 1947 ദേവനാഗരി ലിപിയുടെ മാനകീകരണത്തിന് വേണ്ടി ശ്രമം നടക്കുകയുണ്ടായി. ഇനി രാഹുൽ സാങ്കൃത്യായൻ്റെ ഒരു കഥനാണ് ദേവനാഗരി ദുനിയാ കി സബ്സെ വൈജ്ഞാനിക ലിപി ഹെ എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ലോകമാന്യ തിലക് തൻ്റെ പത്രമായിട്ടുള്ള കേസരിയിൽ ദേവനാഗരി ലിപിയുടെ സുധാരണയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ദേവനാഗരി ലിപിയുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഭാരോപ്പി പരിവാർ കിസ് ഭാഷാ ഖണ്ഡ് കെ അന്തർഗത് ആത്തെ ഹെ? എൻ്റെ ആൻസർ യൂറേഷ്യ ഖണ്ഡ്. ഇനി നമുക്ക് വരാനുള്ളത് ഗ്രാമറിൻ്റെ പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. കോൺസാ ശബ്ദ് ജാതിവാചക് സംജ്ഞ ഹെ? അതിൻ്റെ ആൻസർ വരുന്നത് നദിയാണ്. ഇനി നമുക്ക് സംജ്ഞ എന്താണെന്ന് നോക്കാം. क्या वह विकारी शब्द को कहते हैं जिससे किसी व्यक्ति, वस्तु, स्थान, भाव या गुण का नाम का बोध हो, जैसे मोहन, पुस्तक, विद्यालय, हंसी खुशी आदि. അപ്പോൾ സംജ്ഞ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കാൻ ഏറ്റവും എളുപ്പം നമ്മൾ ഇംഗ്ലീഷിലെ വേർഡ് ഓർത്താൽ മതി. നൗൺ അല്ലേ? നൗണ് തന്നെയാണ്, ഇംഗ്ലീഷിലെ നൗണാണ്.
ഹിന്ദിയിൽ നമ്മൾ സഖ്യ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു ഭാവത്തെ സൂചിപ്പിക്കുന്നതിനെയൊക്കെ നമുക്ക് ഗുണനെ സൂചിപ്പിക്കുന്നതിനെ സഖ്യ എന്ന് പറയാനായിട്ട് കഴിയും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് മോഹൻ, പുസ്തക്, ഹസി, ഖുഷിയൊക്കെ. ഇനി ഇതിന് മെയിനായിട്ട് 3 ഭേദമാണുള്ളത്. ആ ടൈപ്പുകളുടെ പേരാണ് വ്യക്തിവാചക സഖ്യ, ജാതിവാചക സഖ്യ, ഭാവവാചക സഖ്യ. ഇത് മെയിനായിട്ടുള്ള 3 പിന്നെ അത് കൂടാതെ 2 കൂടെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, സമുദായവാചക സഖ്യയും ദ്രവ്യവാചക സഖ്യയും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ വ്യക്തിവാചക സഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് നമുക്ക് അവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ വ്യക്തിയെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലേ. അതായത് ഒരുപാട് മനുഷ്യരുണ്ട്, അതിലൊരാളാണ്, ഒരു പർട്ടിക്കുലർ ആളാണ് മോഹൻ എന്ന് പറയുന്നത്. അപ്പോൾ മോഹൻ വ്യക്തിവാചക സഖ്യയിലായിരിക്കും വരിക. ഇനി ജാതിവാചകം ആകുമ്പോൾ എന്താ, മോഹൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണല്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ മനുഷ്യനാകുമ്പോൾ എന്തായി, അവിടെ മനുഷ്യൻ എന്നുള്ളത് ജാതിവാചക സഖ്യയായി. ഇനി അദ്ദേഹത്തിനുള്ള ഒരു ഭാവം ഓർത്തെ, ഖുഷിയല്ലേ, സന്തോഷം, അപ്പോൾ അത് ഭാവവാചക സഖ്യയായി. ഇനി നമുക്ക് വ്യക്തിവാചക സഖ്യയിൽ വേറൊരു ഉദാഹരണം എടുക്കാം. ഗംഗ അല്ലെ, ഒരു നദിയുടെ പേരാണ് ഗംഗ. അപ്പോൾ പർട്ടിക്കുലർ നദിയായി, അതെന്തായി, വ്യക്തിവാചക സഖ്യയായി. ഇനി അപ്പോൾ അതിൻ്റെ ജാതി എന്ത് വരും, നദിയല്ലേ. അതിൻ്റെ തന്നെ ഒരു നദികളെല്ലാത്തിനെയും സൂചിപ്പിക്കുന്നത് നദി എന്ന് പറയുന്ന വാക്കല്ലേ, അത് ഏതും ആവാം, ഏത് നദിയും ആവാം. അപ്പോൾ അത് ജാതിവാചകമായി. പിന്നെ ഭാവവാചക നമുക്ക് ഇതിൽ ഒരുപാട് ഉദാഹരണം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യ, പ്യാർ, മനുഷ്യ, ഇതൊക്കെ ഭാവവാചകിൽ തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞത് 2 എക്സ്ട്രാ, സമുദായവാചകം, ദ്രവ്യവാചകം. സമുദായവാചകം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ ഉണ്ട് സമുദായം അല്ലെങ്കിൽ സമൂഹം. അതായത് जो संज्ञा प्राणी व पदार्थ का समुदाय या समूह का बोध कराते हैं. ഇത് എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണ് ഏറ്റവും എളുപ്പം. സഭ, സേന, ഇതൊക്കെ എന്താണ്, ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന അല്ലേ, ഭീഡ്, ആൾക്കൂട്ടം, ഇങ്ങനെ കൂട്ടത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സുകളാണെങ്കിൽ അത് സമുദായ വാചകമാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ദ്രവ്യവാചകം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ വല്ല ദ്രവ്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയൽസോ അതിനെക്കുറിച്ചാണോ പറയുന്നതെന്ന് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ സോന, സ്വർണ്ണത്ത്, അതിന് ഉദാഹരണമാണ്. അതേപോലെ പാനി, വെള്ളം, അതിന് ഉദാഹരണം അതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ അത് അതിന് ഉദാഹരണമാണ്. പിന്നെ തേൽ, ഓയിലൊക്കെ ഇതുപോലെയുള്ള ദ്രവ്യമാണല്ലോ, അപ്പോൾ ദ്രവ്യവാചകിൽ അത് ഉദാഹരണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സഖ്യ ഏകദേശം നിങ്ങൾക്ക് ക്ലിയറായെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കെ സമുച്ചയ്ക്കോ ക്യാ കഹത്തെ ഹെ, ഇതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് ലിപിയാണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര രൂപ സെ അർത്ഥ കാ വഹൻ കർനെ വാല ഭാഷ കി ഇക്കായി. അതിൻ്റെ ആൻസർ വരുന്നത് ശബ്ദമാണ്. ശബ്ദ വേർഡാണല്ലോ മീനിങ് ഫുള്ളായിട്ട് ഏറ്റവും ചെറിയ ഇക്കായി, ശബ്ദമാണ് വരുന്നത്. അടുത്ത ചോദ്യം, വഹ് ഘർ ജാത്താ ഹെ, संरचना की दृष्टि से यह निम्नलिखित में से कौन सा वाक्य है. അപ്പോൾ ഇതിൽ ഏത് വാക്യമാണ് വരുന്നതെന്ന് വെച്ചാൽ സരൾ വാക്യമാണ് വരുന്നത്. വാക്യ ദൃഷ്ടിसे നമുക്ക് വാക്യത്തിൻ്റെ 3 ഭേദ കാണാനായിട്ട് കഴിയും. അതാണ് സരൾ വാക്യ അല്ലെങ്കിൽ സാധാരണ വാക്യം എന്ന് പറയാം. പിന്നെ മിശ്ര വാക്യ, സംയുക്ത വാക്യം. ഇതിൽ ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ ഒരു വാക്യത്തിലെ ഉദ്ദേശവും വിധേയവും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ആ വാക്യത്തിൽ എന്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അതാണ് ഉദ്ദേശം. ആ ഉദ്ദേശത്തിനെക്കുറിച്ച് എന്താണോ പറയുന്നത് അതാണ് വിധേയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷനിലോട്ട് കടക്കാം. सरल अथवा साधारण वाक्य, जिस वाक्य में एक ही उद्देश्य और एक ही विधेय हो वह सरल अथवा साधारण वाक्य कहलाते हैं. മനസ്സിലായില്ല? അതായത് ഇവിടെ ഒരു ഉദ്ദേശവും ഒരു വിധേയം ഉണ്ടാവുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ വാക്യത്തെ നമുക്ക് സരൾ വാക്യമായിട്ട് പറയാം. ഉദാഹരണമായിട്ട് ലഡ്ക പുസ്തക് പഠിത്താ ഹെ, ബച്ച സോത്താ ഹെ. ഇവിടെ ബച്ചായാണ് അവിടുത്തെ ഉദ്ദേശ്, സോത്താഹെ എന്നുള്ളത് വിധേയമാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ്,
ഒരു ഉദ്ദേശവും ഒരു വിധേയും മാത്രമേ സരളവാക്യത്തിൽ ഉണ്ടാവുള്ളൂ. ഇനി മിശ്രവാക്യം എന്താണെന്ന് നോക്കാം. മിശ്രവാക്യം എന്ന് പറഞ്ഞാൽ ജിസ് വാക്യമേ അല്ലെങ്കിൽ एक प्रधान वाक्य और उसके अधीन एक से अधिक ഉപവാക്യം. അതായത് ഒരു മെയിൻ വാക്യം ഉണ്ടാവും, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഉപവാക്യം ഉണ്ടാവും. ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. മേ സമജ്താ താ കി തും സച്ച് ബോലോഗെ. കണ്ടോ, അത് മറ്റെന്താണ്, ഇവിടെ മേ സമജ്താ പ്രധാന വാക്യമായിട്ട് വരുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന വാക്യമാണ് തും സച്ച് ബോലോഗെ. അത് അതിൻ്റെ ആശ്രിതമായിട്ട് വരുന്ന ഉപവാക്യമാണ് അല്ലേ. അത് മറ്റേതിൽ ഡിപ്പെൻഡാണ്. എന്താണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, നീ സത്യം പറയുമെന്നല്ലേ. അപ്പോൾ ഒരു മെയിൻ വാക്യം ഉണ്ടാവും, അതിൻ്റെ ആശ്രിത ഉപവാക്യം ഉണ്ടാവും. ഇനി സംയുക്ത വാക്യം. ഇവിടെ डेफिनेशन നോക്കിക്കോ. जिस वाक्य में दो या दो से अधिक सरल या मिश्र वाक्य परस्पर आश्रित न होकर मिले हुए हो यह संयुक्त वाक्य है. ഇവിടെ എന്തുണ്ട്, വാക്യം ഒന്നിൽ കൂടുതലുണ്ടല്ലേ, പക്ഷേ ഇത് പരസ്പരം ആശ്രിതമല്ല. നോക്കാം, ഉദാഹരണം നോക്കാം, അപ്പോൾ മനസ്സിലാവും. വഹ് ആയ ഓർ മേ ചലാ ഗയ. അത് രണ്ടും എന്താ, കംപ്ലീറ്റ് സെൻറ്റൻസ് ആണല്ലേ. ഞാൻ വന്നു, അവൻ വന്നു, ഞാൻ പോയി എന്നുള്ളത്. ഇവിടെ രണ്ട് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ക്രിയ കംപ്ലീറ്റഡ് ആയിട്ടാണ് പോകുന്നത്, പരസ്പരം ആശ്രിതമായിട്ടുള്ള ഉപവാക്യമല്ലെന്ന് നമുക്ക് ക്ലിയർ ആകും. ഇപ്പോൾ വേറെ ഉദാഹരണം പറഞ്ഞു തരികയാണെങ്കിൽ, തും ലോഗ് അച്ഛേ പഠേങ്കെ തോ ജറൂർ ജീത്ത് ജാവോगे. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറയാണ്. അതെന്ത് വരും, അത് മിശ്രവാക്യമാണല്ലേ, പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. और मैं घर आ गया और माँ बाजार के लिए चले गए. അവിടെ എന്താ ഓറിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായത് എന്താ, സംയുക്ത വാക്യമാണ്, ചേർത്ത് പറയാനായിട്ട് ഉപയോഗിച്ച വാക്യമാണല്ലേ. ഇനി ഒന്നും കൂടെ മനസ്സിലാത്തവർക്കുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഈ മിശ്രവാക്യത്തിൽ പൊതുവെ ഇങ്ങനെ നമ്മൾ സമജ്ദാതാക്കി അല്ലെങ്കിൽ ഒരു സംഭവം കീ ചേർത്തോ അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സംയുക്ത വാക്കിൽ എന്ത് വരും, ഓറൊക്കെ മിക്ക സംയുക്ത വാക്കിലും കാണാനായിട്ട് കഴിയും. ചോദ്യം, ദോ ശബ്ദോं के जुड़ने से बनने वाले शब्द. എൻ്റെ ആൻസർ സമാസിക ശബ്ദമാണ്. ഇതേപോലെ ഇപ്പോൾ രണ്ട് വേർഡ് കൂടി ചേരുന്നതിൻ്റെ ആണല്ലോ ചോദിച്ചത്. അതേപോലെ വർണ്ണിൻ്റെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് दो या दो से ज़्यादा वर्णों के पास आने से होने वाले विकार या परिवर्तन को संधि कहते हैं. വർണ്ണങ്ങൾ കൂടിച്ചേർന്ന സ്വരസന്ധിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സന്ധി ചിലപ്പോൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. संज्ञा के स्थान पर प्रयुक्त होने वाले शब्द को सर्वनाम कहा जाता है. എൻ്റെ ഉദാഹരണമാണ് മേ തും വഹ് വേ ആപ്പൊക്കെ. പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഇപ്പം ഞാൻ വേറൊരു വ്യക്തിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇപ്പോൾ അമൽ ആൺകുട്ടിയാണ്, അമൽ നല്ലൊരു ആൺകുട്ടിയാണ്, അമൽ എല്ലാ ഹോംവർക്കും കൃത്യമായി ചെയ്യും. ഇങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്ത് ചെയ്യും, അമൽ ഒരു ആൺകുട്ടിയാണ്, അവൻ എല്ലാ ഹോംവർക്കും കൃത്യമായി ചെയ്യും, അവൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ എന്ത് ചെയ്യാണ്, അവൻ എന്ന് പറഞ്ഞ് ആഡ് ചെയ്തല്ലേ, റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം. എന്നാൽ ആ സംഖ്യയുടെ അതേ അർത്ഥം, ആ നൗണിൻ്റെ അതേ അർത്ഥമാണ്. ഞാനവിടെ അവൻ എന്ന് ഉപയോഗിച്ചേക്കുന്നത് അമലിന് വേണ്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ വ്യക്തിയെക്കുറിച്ച് പറയാൻ തന്നെയാണ് ആ വേർഡ് ഉപയോഗിച്ചേക്കുന്നതെന്ന് നമുക്ക് ക്ലിയറാണ്. അപ്പോൾ സംഖ്യയുടെ സ്ഥാനത്ത് അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനെ സർവനാമെന്ന് പറയാം അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മലയാളത്തിൽ പറയണേ ഞാൻ, നീ, അവൾ, അവൻ, ഇതെല്ലാം അതിൻ്റെ ഹിന്ദി വാക്ക് നിങ്ങൾ ഓർത്താൽ മതി. മേ, തും, യഹ്, വഹ്, ഏവയൊക്കെ അതിൻ്റെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമാണ്. ഇനി സർവനാമിന് മെയിനായിട്ട് 6 ഭേദമാണുള്ളത്.
അതിൽ ആദ്യത്തെയാണ് പുരുഷവാചക സർവനാമം. പുരുഷവാചക സർവനാമിൽ നിങ്ങൾ ഓർക്കുക, പുരുഷവാചക സർവനാമം എന്താണ്? പറയുന്ന ആളെയും കേൾക്കുന്ന ആളെയും പിന്നെ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതിന് വേറൊരു ഡെഫിനിഷനും പറയാറുണ്ട്. അതായത് എഴുതുന്ന ആളെയും ആർക്കാണോ എഴുതുന്നത് അയാളെയും ആരെക്കുറിച്ചാണോ എഴുതുന്നത് അയാളെയും സൂചിപ്പിക്കാനായിട്ടൊന്നും ഒരു ഡെഫിനിഷൻ പറയാറുണ്ട്. അപ്പോൾ പുരുഷവാചക സർവനാമിൽ എന്ത് വരും? പറയുന്ന ആൾ നമുക്കറിയാലോ, എമ്മയും. പിന്നെ എന്താ? കേൾക്കുന്ന ആൾ, തൂത്തും ആപ്പും വരാം. പിന്നെ ആരെക്കുറിച്ചാണോ പറയുന്നത് അല്ലേ, അപ്പോൾ യഹ് വഹ് അത് നമുക്ക് അതും അതിൻ്റെ അകത്ത് തന്നെ വരും. ഇനി ഇതിനെ നമുക്ക് 3 ഭേദമായിട്ട് വീണ്ടും തിരിക്കാം. പുരുഷവാചക സർവനാമിൽ അതിൽ വരുന്നതാണ് ഉത്തമ പുരുഷ്, മധ്യമ പുരുഷ്, അന്യപുരുഷ്. നിങ്ങൾ ജസ്റ്റ് ഇത്ര ഒന്ന് ഓർത്താൽ മതി. നമ്മൾ പുരുഷവാചക സർവനാമിന് പഠിച്ച ആ ഡെഫിനേഷൻ ആ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്കിത് 3ഉം കിട്ടും. ഉത്തമ പുരുഷിൽ എന്താ? കഹ്നേവാല യ ലിഖ്നേവാല, അതായത് ആദ്യം പറഞ്ഞ മേം അല്ലേ, മേം. പിന്നെ അതിൻ്റെ പ്ലൂറലായിട്ടുള്ള ഹം അതിൽ വരും. പിന്നെ മധ്യമ പുരുഷിൽ എന്താ? നമ്മൾ രണ്ടാമത് ഡെഫിനിഷൻ്റെ രണ്ടാമത്തെ പാർട്ട് ഏതാ? സുനിനേവാല അല്ലേ, കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ ആർക്കാണോ എഴുതുന്നത്. അതെന്തെന്നാ? തൂത്തും ആപ്പ് വരും. പിന്നെ വരുന്നത് എന്താ? ജിസ്കെ ബാരേമേ അല്ലേ, അത് ഏതിൽ വരും? അന്യപുരുഷിൽ വരും. അത് വേ, യേ, വഹ്, യഹൊക്കെ അതിൽ വരും. അപ്പോൾ അതിനെ നമ്മൾ 3 പാർട്ടായിട്ട് അങ്ങ് തിരിച്ചാൽ മതി. പുരുഷവാചകം ഒറ്റ ഡെഫിനിഷൻ പഠിച്ചാൽ നമുക്ക് ഉത്തമ പുരുഷം എഴുതാം, മധ്യമ പുരുഷം എഴുതാം, അന്യപുരുഷം എഴുതാൻ പറ്റും. പിന്നെ വരുന്നതാണ് നിശ്ചയവാചക സർവനാമം. ഈ നിശ്ചയവാചകം അനിശ്ചയവാചകം നമുക്ക് ഒരുമിച്ച് ചേർത്ത് അങ്ങ് പഠിക്കാം. നിശ്ചയവാചക സർവനാമിലെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തോ അകലെയുള്ള ഒരു വസ്തുവിനെ നമുക്ക് പർട്ടിക്കുലറായിട്ട് വസ്തു അല്ലെങ്കിൽ വ്യക്തിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ഇപ്പം നമുക്ക് അടുത്തുള്ളവരെ നമ്മൾ അല്ലെങ്കിൽ അടുത്തുള്ള വസ്തുവിനെയോ വ്യക്തിനെ നമ്മൾ എന്താ പറയുക? യഹ് അല്ലേ. പ്ലൂറലാണെങ്കിൽ നമ്മൾ യേ ഉപയോഗിക്കും. അതായത് ഇത്, ഇവർ, ഇവൾ അല്ലേ, അത്. പിന്നെ ദൂർ ഉള്ള വസ്തുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വഹ്, വേ ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അതാണ് നിശ്ചയവാചകം. ഇനി അനിശ്ചയവാചകം പേരിൽ തന്നെ ഉണ്ടല്ലേ, നമുക്ക് അവിടെ ഒരു ഉറപ്പില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു, അപ്പോൾ നമ്മൾ അമ്മേനോട് പറയും, അമ്മ ആരോ വന്നായിരുന്നു, നമുക്ക് അറിയില്ലാത്ത ആളായതുകൊണ്ട് നമ്മൾ ആരോ വന്ന് അമ്മേനെ അന്വേഷിച്ചിട്ട് പോയായിരുന്നു അല്ലേ. അവിടെ നമുക്ക് ഒരു ഉറപ്പില്ല. അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത വ്യക്തിയെ വസ്തുവിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ആരോ ഉപയോഗിക്കില്ല. അതിൻ്റെ ഹിന്ദി നമുക്ക് പറയാം അല്ലേ, കോയി. കോയി, കുച്ചൊക്കെയാണ് അനിശ്ചയവാചക സർവനാമിൽ വരിക. ഇപ്പം നിശ്ചയവാചകം അനിശ്ചയവാചകം മനസ്സിലായല്ലോ. ഇനിയാണ് സംബന്ധവാചക സർവനാമം. സംബന്ധവാചക സർവനാമം എന്ന് പറഞ്ഞാൽ സംഖ്യ അല്ലെങ്കിൽ സർവനാമിൻ്റെ പരസ്പര ബന്ധം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ പണ്ട് തൊട്ടേ ജോസോ കണക്ട് ചെയ്തല്ലേ നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുന്നതാണ്. ജഹാം, വഹാം ഒക്കെ കണക്ട് ചെയ്ത് അങ്ങനെ അതാണ് സംബന്ധവാചകിൽ വരിക. പിന്നെ പ്രശ്നവാചക പേരിൽ തന്നെ ഉണ്ടല്ലേ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താ? ക്വസ്റ്റ്യനാണെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രശ്നത്തിന് വേണ്ടി, ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ അതെന്താ? കോൻ, ക്യായൊക്കെ അതിൻ്റെ ഉദാഹരണമായിട്ട് വരും. ഇനി നിജ്വാചക്. നിജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, സ്വയം എന്നുള്ള ആ ഒരു ഇതാണ് നിജിൻ്റെ അർത്ഥം. അപ്പോൾ നിജ്വാചക സർവനാമം എന്ന് പറയുന്നത് പറയുന്ന ആൾ അല്ലെങ്കിൽ എഴുതുന്ന ആൾ തന്നെ സൂചിപ്പിക്കാൻ സ്വയം ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഞാൻ ഒരു കാര്യം സ്വയം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ, മേ അപ്നെ ആപ്പ് കർ ലൂങ്കി എന്ന് പറയാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സ്വയം, അങ്ങനെ ആ ഒരു വേർഡ്സൊക്കെയാണ് ഈ ഒരു നിജ്വാചക സർവനാമിൽ വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു സർവനാമം. ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. താങ്ക് യു.